ആപ്കി അദാലത്തിൽ BSP നേതാവായ മായാവതിയുടെ മേലുള്ള കുറ്റാരോപണം രാഷ്ട്രീയത്തിൽ ഇവരെ വിശ്വസിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. മായാവതി മാഡം, ഇന്നിവിടെയുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിക്കാർക്കും താങ്കളുടെ വോട്ട് വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനുശേഷം അവർ പശ്ചാത്തപിക്കുന്നു. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ മായാവതി BSP ഒരു ലഡ്ഡു പോലെയാണെന്ന്. കഴിച്ചാലും ബുദ്ധിമുട്ടാണ്, കഴിച്ചില്ലേലും ബുദ്ധിമുട്ടാണെന്ന്. ഇന്ത്യയില് ബഹുജൻ സമാജ് പാർട്ടിയാണ് ഒരേ ഒരു പാർട്ടി. അതിന്റെ വോട്ട് മുഴുവൻ ട്രാൻസ്ഫറബിൾ ആണ്. മറ്റ് പാർട്ടികളുടെ വോട്ട് BSP പോലെ ട്രാൻസ്ഫറബിൾ അല്ല. അതുകൊണ്ടാണ് എല്ലാ പാർട്ടികൾക്കും BSPയുടെ വോട്ട് വേണമെന്ന് പറയുന്നത്. പക്ഷേ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ നോക്കാനുണ്ട്. BSPക്ക് എത്ര ലാഭം കിട്ടുന്നു, ബാക്കി ആർക്ക് എത്ര നഷ്ടം വരുന്നു എന്ന്. അതുകൊണ്ട് ഓരോരോ പാർട്ടി അവരുടെ ലാഭനഷ്ടങ്ങളെ കണക്കിലെടുത്ത് മാത്രമേ ഒരു തീരുമാനം എടുക്കുള്ളൂ. അതുകൊണ്ട് BSPയും ഞങ്ങളുടെ ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ട് തന്നെ തീരുമാനം എടുക്കുന്നുള്ളൂ. താങ്കൾ ലാഭനഷ്ട കണക്കൊക്കെ നോക്കൂ. പക്ഷേ ഒരു കാലത്ത് മുലായം സിംഗ് യാദവിനോടൊപ്പം അലയൻസ് വെച്ച് താങ്കളുടെ സപ്പോർട്ടോടുകൂടി ഒരു സർക്കാർ ഉണ്ടാക്കി. പക്ഷേ ഇന്ന് ആ സർക്കാരിന്റെ അനുഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് ആ വ്യക്തി തന്നെ BSPക്ക് എതിരായിട്ട് മാറിയിരിക്കുകയാണ്. 1995 ഉത്തർപ്രദേശിൽ ഞങ്ങളെടുത്ത തീരുമാനം അത് അവിടെയുള്ള ജനങ്ങളുടെ നന്മയെ മാത്രം മുൻനിർത്തിയെടുത്തതാണ്. ഞങ്ങൾ ആരെയും ചതിച്ചിട്ടില്ല. പിന്നെ വാഗ്ദാനങ്ങൾ ലംഘിച്ചത് ഞങ്ങളല്ല. അത് ചെയ്തതെല്ലാം മുലായം സിംഗ് യാദവ് തന്നെയാ. മുലായം സിംഗ് സഖ്യ സർക്കാർ ഉണ്ടാക്കിയപ്പോ അവര് ജനങ്ങൾക്കൊരു വാഗ്ദാനം നൽകി, ന്യൂനപക്ഷ സമുദായത്തിന്റെ സുരക്ഷ ഞങ്ങൾ നോക്കിക്കോളാം എന്ന്. ഉത്തർപ്രദേശിൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടാവാൻ സമ്മതിക്കൂലെന്ന്. എന്നാൽ അവർ നൽകിയ ആ കമ്മിറ്റ്മെന്റിന് കംപ്ലീറ്റ്ലി എതിരായിട്ടാണ് അവർ പ്രവർത്തിച്ചിട്ടുള്ളത്. മായാവതിക്ക് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സർക്കാർ അത് BSP MLAകൾ മുഖേനയാണ് ഉണ്ടായത്. അതും താങ്കളുടെ പാർട്ടിയെ പിളർത്തി. ഇക്കാര്യത്തിൽ പൂർണ്ണമായി നിങ്ങളോട് യോജിക്കാൻ എനിക്ക് പറ്റില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശീർവാദത്തോടെ അല്ലാതെ ഈ സർക്കാർ ഉണ്ടാക്കാൻ തന്നെ പറ്റില്ല. അവരുടെ ആശീർവാദത്തോടു കൂടി മാത്രമാണ് ഈ സർക്കാർ ഉണ്ടാക്കിയത്. എന്നാൽ മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടി അവരുടെ ആശീർവാദം തന്നു. അതോടുകൂടിയാണ് ഈ സർക്കാർ ഉണ്ടായത്. BJP പാർട്ടി താങ്കൾക്ക് 3 പ്രാവശ്യമാണ് സപ്പോർട്ട് ചെയ്തത്, താങ്കളെ മുഖ്യമന്ത്രിയാക്കി. അല്ലല്ല, അതൊന്നും ആശീർവാദമൊന്നുമല്ല. അതായത് ഭാരതീയ ജനതാ പാർട്ടി അങ്ങനെ ഒരു ആശീർവാദം തന്നില്ല. അതിൽ അവരുടെ സെൽഫിഷ്നെസ് ആണ് ഉണ്ടായിരുന്നത്. എല്ലാവരും ഒത്തൊരുമയോടെ ചേർന്ന് പോകണമെന്ന് ഞങ്ങൾ വിചാരിച്ചു. എന്നാൽ ആ സഖ്യകക്ഷി ഉപയോഗിച്ച് അവര് വലിയ ആൾക്കാരാവാൻ ശ്രമിച്ചു. ഇന്ത്യയിൽ തന്നെ ഞാനാണ് ആദ്യത്തെ മുഖ്യമന്ത്രി. അതായത് എന്റെ കസേരയെ കുറിച്ച് ആലോചിക്കാതെ വീക്കർ സെക്ഷന്റെ ഇൻട്രസ്റ്റ് മാത്രം ആലോചിച്ച് ഞാൻ തന്നെ സ്വയം മുഖ്യമന്ത്രി കസേര വേണ്ട. അതാണ് ഞാനും പറയുന്നത്. സ്വന്തം സർക്കാരിനെ ഇല്ലാതാക്കിയ ആദ്യത്തെ മുഖ്യമന്ത്രി താങ്കളാണ്. ഇല്ല, BSPക്കാരുടെ അവസ്ഥ ആലോചിച്ചാണ് അങ്ങനെ ചെയ്തത്. മായാവതി മാഡം, സത്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മന്ത്രിയായിരുന്ന ജഗ്മോഹൻ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അല്ലല്ല, താങ്കൾക്ക് ഉള്ളിൽ നടന്ന കാര്യങ്ങൾ അറിഞ്ഞൂടാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അവിടെ സീറ്റിനെ കുറിച്ചുള്ള തർക്കങ്ങളൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ അവിടെ ഇല്ലല്ലോ. ഇതൊക്കെ തികച്ചും ഗോപ്യമായി ഉള്ളിന്റെ ഉള്ളിൽ നടന്ന കാര്യങ്ങളാണ്. ജഗ്മോഹൻ സംഭവമൊക്കെ വളരെ ചെറിയ കാര്യമാണ്. പക്ഷേ പാർലമെന്റിൽ താങ്കളുടെ പാർട്ടി പാർലമെന്റ് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തി. അല്ലെന്നേ, അത് BSPയുടെ ആൾക്കാര് പാർലമെന്റിന്റെ അകത്തേക്ക് പോയപ്പോ അവിടെ ചില തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ അവർക്ക് അവരുടെ ഭാഗം പിന്നെ പറയണ്ടേ. ആ രാത്രി തന്നെ താങ്കളുടെ പാർട്ടിയുടെ നേതാവായിരുന്ന റാഷിദ് അൽവി എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാ ആ ദിവസം തന്നെ സുഷമ സ്വരാജിന് കൺവേ ചെയ്തെന്നാണ്. BSP MPമാർ അവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ ഉത്തർപ്രദേശ് സർക്കാരിനുള്ള സപ്പോർട്ട് അങ്ങനെയാണെങ്കിൽ BJP എന്തുകൊണ്ട് അവരുടെ ആശീർവാദം പിൻവലിച്ചില്ല? അവരത് പിൻവലിക്കേണ്ടിയിരുന്നല്ലേ? അവരത് ചെയ്തില്ലല്ലോ. പദവി വിട്ടുകൊടുത്തത് ഞാനല്ലേ? മുഖ്യമന്ത്രി കസേര വലിച്ചെറിഞ്ഞത് ഞാനാ. ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ആർക്കും അറിയില്ലല്ലോ. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാ 50 സീറ്റ് 60 സീറ്റ് ഇതൊക്കെയാണ് അവരെന്നോട് ചോദിക്കാൻ ഉദ്ദേശിച്ചത്. ഞാൻ അതിനെ എതിർത്തു. ഉടനെ അവർക്ക് ആലോചിക്കണം എന്ന് പറഞ്ഞു. നിങ്ങളുടെ പദവി എടുത്തു മാറ്റൂ എന്ന് പറഞ്ഞു. എന്നെ നിങ്ങൾ എന്തിനാ മാറ്റുന്നത്? നിങ്ങൾക്ക് എന്തിനാ എത്രയും പ്രയാസം? ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിനാണ് രാജിവെച്ചത്. ഞാനാണെങ്കിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് പല പുറങ്ങളുള്ളൊരു കത്തെഴുതിയിരുന്നു. അതിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു. ലെറ്ററിന്റെ കോപ്പി എന്റെ പക്കലുണ്ട്. ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കൂ, എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അറിയാലോ. വായിക്കാൻ പറ്റൂ. ഇതിൽ നോക്കിയ ഈ ലെറ്ററിൽ താങ്കൾ ഒരു സ്ഥലത്തും അവര് ഞങ്ങളുടെ അടുത്ത് കൂടുതൽ സീറ്റ് ചോദിക്കുന്നു എന്ന് താങ്കൾ എവിടെയും എഴുതിയിട്ടില്ല. അതിൽ ഒരുപാട് കാരണങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. ഒരു കാര്യം കൂടി പറയാം. പറയൂ. ഈ ഒരു കാരണം കൊണ്ട് തന്നെ BJP പാർട്ടിയുടെ സപ്പോർട്ട് തിരിച്ചെടുക്കാൻ പോവുകയാണെന്നുള്ള സന്ദേശം എനിക്ക് കിട്ടി. അതിന്റെ നടുക്ക് അപ്പോഴുണ്ടായിരുന്ന പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയിയോടും ഉപപ്രധാനമന്ത്രിയോടും പല പ്രാവശ്യവും സംസാരിച്ചു. അതുകൊണ്ട് പ്രസ് കോൺഫറൻസ് മുഖേന എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കാമെന്നും ചർച്ച കൂടുതൽ വലുതാകാതിരിക്കാൻ വേണ്ടി ജഗൻമോഹനെ പദവിയിൽ നിന്ന് മാറ്റുവാനും ഉള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ പിൻവലിക്കുകയാണ്. പക്ഷെ അതിനുള്ളിൽ ചെറിയ കാര്യങ്ങളല്ലേ? നിങ്ങൾ ആ ലെറ്റർ മുഴുവൻ ആദ്യം വായിച്ചു നോക്ക്. നിങ്ങൾ എന്താ ഈ ചെറിയൊരു കാര്യം എടുത്ത് വലിച്ചഴിക്കുന്നത്? നിങ്ങൾ ആ ലെറ്റർ ഞാൻ ഏതാണ്ട് 10-30 പേജുള്ള ലെറ്ററാണ് പ്രധാനമന്ത്രിക്ക് എഴുതിയത്. അതിൽ നിന്ന് ചുമ്മാ 2 പേജ് എടുത്തിട്ട് അതിൽ നിന്ന് ജഗ്മോഹന്റെ കാര്യം മാത്രം പറഞ്ഞോണ്ടിരുന്നത്. ഞാനിപ്പോ വായിച്ചത്
അത് പല കാര്യങ്ങളിൽ ഒരെണ്ണം മാത്രമല്ലേ. ഒരു സൈഡിൽ താങ്കൾ BJP-യെ വർഗീയ പാർട്ടി, കമ്മ്യൂണൽ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതേ BJP പാർട്ടിക്ക് വേണ്ടി ഗുജറാത്തിൽ താങ്കൾ ക്യാമ്പയിൻ ചെയ്തു. ഞാൻ ഗുജറാത്തിൽ എന്താണ് പറഞ്ഞത്? അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ അടൽ ബിഹാരി വാജ്പേയി അവർ, അദ്ദേഹവും അന്ന് കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ എന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ, ഗുജറാത്തില് BSP മത്സരിക്കുന്ന സീറ്റുകളില് BSP മാത്രമേ മത്സരിക്കൂ, ഞങ്ങള് മത്സരിക്കാത്ത സീറ്റുകളിലെ വോട്ടുകളെല്ലാം BJP-ക്ക് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. ഒരു 30-40 സീറ്റെങ്കിലും താങ്കളുടെ ക്യാമ്പയിൻ കാരണം BJP-ക്ക് പ്രയോജനം ഉണ്ടായോ? അതൊക്കെ സംഭവിച്ചു. ഗുജറാത്തില് ഞങ്ങളുടെ വോട്ട് ബാങ്ക് വളരെ വലുതാണ്. അത് ട്രാൻസ്ഫറബിൾ എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. ആര് കാരണമാണോ ഇത്രയും ലാഭം ലഭിക്കുന്നത്, അവരോടൊപ്പം ചേർന്ന് ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കാൻ തൊട്ട് അതിനുശേഷമാണെന്നേ അവർക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചതുപോലായത്. അവർക്കങ്ങ് തോന്നി BSP-യുടെ വോട്ട്സ് ട്രാൻസ്ഫറബിൾ ആണെന്ന്. അതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് വീണ്ടും ഭരണത്തിൽ വരണമെന്ന് അവർക്ക് ആഗ്രഹം തോന്നിയത്. അതിനുവേണ്ടിയാണ് 80 സീറ്റുകളിൽ 60 സീറ്റുകൾ അവർക്ക് തരണമെന്ന് പറഞ്ഞത്. 80-ൽ 60 ഞങ്ങൾക്ക് എങ്ങനെ കൊടുക്കാൻ തയ്യാറായിരുന്നു? ഞങ്ങൾ അവരോട് പറഞ്ഞ എന്താണെന്നോ, 50-50 ആണെങ്കിൽ ഞങ്ങൾ റെഡിയാണെന്നാ. 80 സീറ്റുകളിൽ ഇത്രയാണെങ്കിൽ ഞങ്ങൾ റെഡിയാണ്, പകുതിയിൽ നിങ്ങൾ മത്സരിക്കൂ, ബാക്കി 40 ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു. അല്ലാതെ 80 സീറ്റിൽ നിന്ന് 60 സീറ്റ് കൊടുത്താല്, അതും ഉത്തർപ്രദേശിനുള്ളില്, പിന്നെ BSP-ക്ക് എന്ത് മുന്നേറ്റമാണ് സാധ്യമാവുക? പരാതി എന്താണെന്ന് വെച്ചാ, ഇത്രയും വലിയ ലെറ്റർ എഴുതിയിരിക്കുന്നു, പല കാര്യങ്ങളും എഴുതിയിരിക്കുന്നു, പക്ഷെ അതൊന്നും ഇല്ലല്ലോ. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ലെറ്ററിൽ എഴുതാൻ പറ്റാത്തത് എത്ര ഉണ്ടെന്നോ? ആ സമയത്തെ പ്രധാനമന്ത്രിയായിരുന്ന ആള് ശ്രീ അടൽ ബിഹാരി വാജ്പേയി അവർകളാണ്. അദ്ദേഹം ഇത്രയും വലിയ ലെറ്റർ കണ്ട ഇത് മുഴുവൻ ഞാൻ എങ്ങനെ വായിക്കുമെന്ന് ചോദിക്കും. അതുകൊണ്ട് ഞാൻ ചുരുക്കി എഴുതി. അതുകൊണ്ട് കുറച്ചൊക്കെ ഞാൻ കത്തിൽ എഴുതി കൊടുത്തു, ബാക്കിയൊക്കെ ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ നാട്ടുകാരോട് പറയാന്ന് വിചാരിച്ചു. പക്ഷെ താങ്കൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ട സമയത്ത് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു? നേരിട്ട് വ്യക്തതയോട് പറഞ്ഞോ? നേരിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറയാതെ ഞാൻ പുറകോട്ട് വലിയുന്നത് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? സോണിയാഗാന്ധി താങ്കളുടെ പിറന്നാളിന് വന്നിരുന്നു. സോണിയാഗാന്ധി താങ്കളെ അവരുടെ വീട്ടിലേക്ക് ഡിന്നറിന് ക്ഷണിച്ചു, താങ്കൾ അവരെ താങ്കളുടെ വീട്ടിലേക്ക് ഡിന്നറിന് ക്ഷണിച്ചു. ഇത്രയും ഡിന്നർ ഡിപ്ലോമസി സംഭവിച്ചു, പക്ഷെ അവരോടൊപ്പം ഒരു പൊളിറ്റിക്കൽ കോംപ്രമൈസും ഇല്ല. ഇപ്പൊ ബർത്ത്ഡേക്ക് വരുന്നത്, എന്റെ വീട്ടിലോട്ട് ഡിന്നർ കഴിക്കാൻ വരുന്നത്, അവരുടെ വീട്ടിലോട്ട് ഞാൻ ഡിന്നറിന് പോകുന്നത്, ഇതെല്ലാം നിങ്ങൾ രാഷ്ട്രീയമായിട്ട് കൂട്ടി വായിക്കാൻ പാടില്ല. ഇതൊക്കെ വേറെ വേറെ പാർട്ടികളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നതും ഇടപഴകുന്നതും സഹജമാണ്. ആ ഡിന്നറിന്റെ അവസരത്തിൽ ഞങ്ങൾക്ക് ഒരു അലയൻസ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിജി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അവരും പറഞ്ഞിട്ടില്ല, ഞാനും പറഞ്ഞിട്ടില്ല. അതായത് രാംവിലാസ് പാസ്വാന്റെ വീട്ടിലേക്ക് നടന്നുപോയി അദ്ദേഹത്തെ അലയൻസ് പാർട്ണറായിട്ട് കൂട്ടിക്കൊണ്ടുവന്നു. അവർ കരുണാനിധിയെ കാണാൻ പോയപ്പോൾ അദ്ദേഹത്തെയും പാർട്ണറായിട്ട് കൂട്ടിക്കൊണ്ടുവന്നു. ഇല്ലെന്ന് വ്യക്തമായിട്ട് പറഞ്ഞത് താങ്കൾ മാത്രമാണ്. അലയൻസിനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ട് പോലും ഇല്ലെന്നേ. പിന്നെ എവിടുന്നാ അങ്ങനെ ഒരു ചോദ്യം വരുന്ന മനസ്സിലാവാത്തത്? അംഗീകരിക്കുന്നില്ലേ താങ്കളോടൊപ്പം അലയൻസ് വെക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നു? കോൺഗ്രസ് ആണെങ്കിലും ശരി, BJP ആണെങ്കിലും ശരി, ഏതൊരു പാർട്ടി ആണെങ്കിലും ശരി, ഇന്ത്യയില് BSP കൂടെയുള്ള അലയൻസ് വേണ്ടെന്ന് ഏത് പാർട്ടി പറയും? എല്ലാവർക്കും തോന്നും വേണമെന്ന്. അതാണ് സമാജ്വാദി പാർട്ടി. സമാജ്വാദി പാർട്ടിയുടെ വായിന്നും വെള്ളം ഒലിക്കുന്നുണ്ട്. സമാജ്വാദി പാർട്ടി ആൾക്കാർക്കുണ്ടല്ലോ, അവർക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു ചെറിയ ചിഹ്നം കാണിച്ചാൽ മതി. ജൂൺ 2, 1995 നടന്നത്, ആ സംഭവത്തിന് ഞാനൊന്ന് മാപ്പ് കൊടുത്താൽ മതി, ഞങ്ങൾ നിങ്ങളുടെ കൂടെ നടക്കാമെന്ന് പറഞ്ഞാൽ മതി, അവരെല്ലാവരും കസേര വിട്ട് നടന്ന് വേണമെങ്കിൽ ഡൽഹിയിലോട്ട് വരും എന്നോട് സംസാരിക്കാനായിട്ട്. നിങ്ങളിത് എന്തായി പറയുന്നത്? പക്ഷേ മായാവതി മാഡം, ഇത് അതേ മുലായം സിംഗ് ആണ്. താങ്കൾ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരായിട്ട് പല കേസുകളും കൊണ്ടുവന്നു. അന്ന് ഞങ്ങൾ ഒരു നടപടി എടുത്തതും പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ താങ്കൾ വീണ്ടും വീണ്ടും പറയുകയാണ് ഉത്തർപ്രദേശിൽ സമാജ്വാദി സർക്കാർ കാരണം താങ്കളുടെ ജീവന് ആപത്താണെന്ന്. അതായത് സാധാരണ ജനങ്ങള് ക്രിമിനൽസിന്റെ ശല്യം കൊണ്ട് പൊറുതിമുട്ടുമ്പോ ക്രിമിനൽ എലമെന്റ്സ് ഒരുപാടുണ്ടല്ലോ. അങ്ങനെയുള്ള ക്രിമിനൽ എലമെന്റ്സിന് ഞാനൊരു വലിയ എതിരാളിയായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോഴാണ് അങ്ങനെയുള്ളവരെ ഉപയോഗിച്ചിട്ട് എന്നെ കൊല്ലാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. അപ്പൊ ഞാൻ സൂക്ഷിക്കണ്ടേ? നെഞ്ചു നിവർന്നു നിന്ന് സംസാരിക്കാൻ ആർക്കാണ് ധൈര്യം? അതിനുള്ള ധൈര്യം വരാത്ത എന്തുകൊണ്ടാണെന്നോ? ഞാൻ എപ്പോഴും വളരെ എക്സ്ട്രാ കെയർഫുൾ ആയിട്ടേ ഇരിക്കുള്ളൂ. 1995 ജൂൺ 2 നടന്ന സംഭവം പറഞ്ഞാലേ അല്ല, അതെങ്ങനെ മറക്കാൻ പറ്റും? 95 ജൂൺ 2 നടന്ന സംഭവം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്റെ ബഹുജൻ സമൂഹത്തിനും മറക്കാൻ പറ്റില്ല. ചോദിക്കാനുണ്ടോ? താങ്കൾ ലാസ്റ്റ് റോയിൽ. നിങ്ങളും മുലായം സിംഗ് സാറും രണ്ടുപേരും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയും നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടുപേരുടെയും പിടിവാശി കാരണം ഈ സംസ്ഥാനം പിന്നോക്കാവസ്ഥയിലാവുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? നിങ്ങൾ നല്ലത് ചെയ്താൽ അദ്ദേഹം അത് റദ്ദാക്കുന്നു, അദ്ദേഹം നല്ലത് ചെയ്താൽ നിങ്ങളത് റദ്ദാക്കുന്നു. അയാൾ നല്ല തീരുമാനങ്ങളാണ് എടുത്തതെങ്കിൽ ഞാനത് മാറ്റും തോന്നുന്നുണ്ടോ? അദ്ദേഹം നല്ല തീരുമാനങ്ങൾ എടുത്തിരുന്നുവെങ്കിൽ അത് മാറ്റണം എന്നൊരു ചിന്ത പോലും നമുക്ക് വരില്ലല്ലോ.
എന്റെ സർക്കാർ നല്ല തീരുമാനങ്ങൾ എടുത്തു, അത് അദ്ദേഹം മാറ്റാൻ തുടങ്ങി. താങ്കൾ ഭരണത്തിൽ വന്ന സമയത്ത് ഒറ്റയടിക്ക് 200-ൽ നിന്ന് 400 ഓഫീസേഴ്സ് ട്രാൻസ്ഫർ ആകുന്നു. മുലായം സിംഗിന്റെ സർക്കാർ വരുന്ന സമയത്ത് ആ 200 ഓഫീസേഴ്സും തിരിച്ചു വരുന്നു. ഒരു രാത്രി കൊണ്ട് ഒരു സംസ്ഥാനത്തിന്റെ മൊത്തം അല്ല അല്ല, നിങ്ങൾ ഈ പറയുന്നതൊക്കെ തെറ്റാണ്. ഒറ്റ ദിവസം കൊണ്ട് 200 ഓഫീസർമാരെ ഒന്നും ഞാൻ മാറ്റിയില്ല. നിങ്ങൾ എനിക്ക് ആ ലിസ്റ്റ് ഇങ്ങോട്ട് തരൂ, ഞാൻ ഒറ്റ ദിവസം കൊണ്ട് മാറ്റിയ 200 ഓഫീസർമാരുടെ ലിസ്റ്റ്. എന്തിനാണ് ഈ ജനങ്ങളുടെ ഇടയിൽ വെച്ച് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്? ആപ്കി അദാലത്തിൽ വെച്ചിട്ടല്ല ഇങ്ങനത്തെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടത്. നിങ്ങൾ ഇവരോട് ക്ഷമ ചോദിക്കണം തെറ്റ് പറയുന്നതിന്. നിങ്ങൾ ഈ പറയുന്നത് തെറ്റാണ്. ഞാൻ ഒരു ദിവസം കൊണ്ട് 200 പേരെ ട്രാൻസ്ഫർ ചെയ്തു. അതായത് നിങ്ങളുടെ കയ്യിൽ അതിന്റെ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോടതി വെച്ച് പറ. താങ്കൾ ട്രാൻസ്ഫർ ചെയ്തില്ലെന്ന് താങ്കൾ ഇവിടെ നിഷേധിക്കുകയാണ്. ഞാൻ ഈ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഞാൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഒരൊറ്റയാൾ ചെയ്യുന്നതാണോ ഈ ട്രാൻസ്ഫർ ഒക്കെ? ഞാൻ ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്? ഒരു സ്റ്റേറ്റില് പുതിയൊരു ഗവൺമെന്റ് ഉണ്ടായാല്, അത് ഉത്തർപ്രദേശ് ആയാലും ശരി, വേറെ ഏത് സംസ്ഥാനമാണേലും ശരി, പുതിയ ഗവൺമെന്റ് വന്നാലുടനെ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞാല് അവരവരുടെ ഇഷ്ടത്തിനാണല്ലോ ഗവൺമെന്റ് ഉണ്ടാക്കുക. ഓഫീസേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ ഒരു റുട്ടീൻ സിസ്റ്റമാണ്. പക്ഷെ ഞാനൊരു ദളിത് സമൂഹത്തിൽ നിന്ന് വന്ന ഒരാളാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ആൾക്കാർ എന്നെ കൂടുതൽ ശ്രദ്ധിക്കുന്നു. ഞാനൊരു 5 വരെ ട്രാൻസ്ഫർ ചെയ്താൽ അത് 50 ആണെന്ന് പറഞ്ഞു. ജനങ്ങൾ താങ്കളോട് എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത് നമുക്ക് നോക്കാം. താങ്കൾ ചോദിക്കൂ. മായാവതി മേഡത്തിനോടുള്ള എന്റെ ചോദ്യം, ജാതിയുടെ പേരിലുള്ള രാഷ്ട്രീയം ഇനിയും എത്ര കാലം തുടരും? ബഹുജൻ സമാജ് പാർട്ടി എന്ന് പറഞ്ഞാൽ അത് ബഹുജന സമൂഹത്തിനെ മാത്രമല്ല, ഉയർന്ന ജാതിയിലുള്ളവരെയും MP-മാരും MLA-മാരും ഒക്കെ ആക്കുന്നുണ്ട്. സർക്കാരിൽ മന്ത്രിമാരും ആക്കുന്നുണ്ട്. പാർട്ടിയുടെ ഉയർന്ന വകുപ്പുകളിൽ നിയമിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും BSPയുടെ കാര്യത്തില് ജാതീയത എന്നൊരു ആരോപണം പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. മായാവതി മാഡം, ഒരു കാലത്ത് BSPയുടെ മുദ്രാവാക്യം ഇതായിരുന്നു, തിലക്, തറാസ്, തൽവാർ, ഇവരെയൊക്കെ ചെരുപ്പുകൊണ്ട് അടിക്കണമെന്ന്. എന്റെ ശബ്ദത്തിലോ അല്ലെങ്കിൽ കാശിറാമിന്റെ ശബ്ദത്തിലോ ഇന്ത്യയിലെ മുഴുവൻ ഇത് പറഞ്ഞത് ഞങ്ങളാണെന്ന് തെളിയിച്ചു കാണിച്ചാൽ ഞാൻ ഈ രാഷ്ട്രീയ ജീവിതം തന്നെ ഉപേക്ഷിക്കും. മീറ്റിംഗിനൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലത്തെ മുദ്രാവാക്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ കയ്യിൽ അതിന്റെ എന്തെങ്കിലും റെക്കോർഡോ തെളിവോ ഉണ്ടോ? എന്റെ ശബ്ദമുള്ള ശബ്ദമല്ല, പക്ഷേ മീറ്റിംഗുകളിൽ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. ചുമരിലും പതാകയിലും ഒക്കെ എഴുതാറുമുണ്ട്. അങ്ങനെയല്ല, നിങ്ങളെപ്പോലുള്ള ആൾക്കാരായിരിക്കും രാത്രി ചുവരിൽ പോയി എഴുതുന്നത്. അല്ല, താങ്കൾ പറയുന്നത് ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ ലക്ഷ്യം വെച്ച്, അതായത് ബഹുജൻ സമൂഹത്തിലുള്ളവർക്കും ഉയർന്ന സമൂഹത്തിലുള്ളവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ബഹുജൻ സമാജ്വാദി പാർട്ടിക്ക് ഒരു ജാതിയും മതവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഞങ്ങൾ ഈ സിസ്റ്റത്തിൽ ഒരു മാറ്റം വരുത്താനാണ് ശ്രമിക്കുന്നത്. ജനങ്ങളുടെ മനസ്സിലുള്ള ഇംപ്രഷൻ അതല്ലേ, അത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അല്ല, നിങ്ങളല്ലേ ഇതൊക്കെ അവരെ വിശ്വസിപ്പിക്കേണ്ടത്. ഇപ്പൊ ഞങ്ങൾ അപ്പർ കാസ്റ്റ് ആണെങ്കിലും, അതായത് ഞങ്ങളുടെ ഈ പാർട്ടി തുടങ്ങിയ ആ സമയത്തുണ്ടല്ലോ, ഈ അപ്പർ കാസ്റ്റിലുള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കുറച്ച് സമയം എടുത്തു. അന്ന് ഈ അപ്പർ കാസ്റ്റിലുള്ളവർക്കും അത് മനസ്സിലായി BSP ഒരു ജാതിക്കും മതത്തിനും എതിരല്ല എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ അപ്പർ കാസ്റ്റിലുള്ളവർ ഇപ്പൊ ഞങ്ങളുടെ പാർട്ടി ചേരാൻ വരുന്നത്. BJP പാർട്ടിയും ചുമ്മാ ഷോ കാണിക്കാൻ വേണ്ടി 2-3 സീറ്റ് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നത്. അല്ലല്ല, BJPയുടെ വിഷയം വേറെയാണ്. BJP പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് വേറൊന്നുമാണ്.